ആടിയ ശിഷ്ടം നെയ്യ് വിൽപ്പനയിലെ ക്രമക്കേട് വിവരങ്ങൾ ഇ.ഡി. ശേഖരിച്ചു. മുൻ കീഴ്ശാന്തി സുനിൽകുമാർ പോറ്റിയെ വിജിലൻസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് നീക്കം. ആടിയ ശിഷ്ടം നെയ്യ് വിൽപ്പനയിൽ 36 ലക്ഷത്തിലധികത്തിന്റെ ക്രമക്കേട് നടന്നുവെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. രാഗിൻ വിശദാംശങ്ങളുമായി ചേരുന്നത് നമുക്കപ്പം. രാഗിൻ, മറ്റു പല കാര്യങ്ങളിലെയും ക്രമക്കേടുകളിലേക്ക് ഇ.ഡി. കാര്യമായി തന്നെ കടക്കുന്നുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട ഇ.ഡിയുടെ നീക്കം എന്താണ്? ദേവസ്വം ബോർഡിലെ ക്രമക്കേടുകളിൽ പിടിമുറുക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കപ്പുറം അവിടെ നടന്നിട്ടുള്ള മറ്റ് ക്രമക്കേടുകളിലേക്കും ഇ.ഡിയുടെ റഡാർ ഉണ്ടാകുകയാണ്. അതായത് ആടി ശിഷ്ടം നെയ്യിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിൽപ്പനയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും കേസിന്റെ മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇ.ഡി ശേഖരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ സുനിൽകുമാർ പോറ്റി അറസ്റ്റിലായിരുന്നു വിജിലൻസ്. അതോടൊപ്പം തന്നെ ഹൈക്കോടതി ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടിരുന്നു. ഈ സ്വർണ്ണക്കൊള്ള വിഷയം ശക്തമായി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഹൈക്കോടതിയുടെ ഇടപെടൽ. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇ.ഡി ഇപ്പോൾ ഈ കേസിന്റെ വിശദാംശങ്ങൾ ശേഖരിച്ച് മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഈ കേസിൽ പണം അപഹരണം, അതോടൊപ്പം തന്നെ അഴിമതി നിരോധനം കൂടാതെ ഇത്തരത്തിലുള്ള വകുപ്പുകളടക്കമാണ് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ വിപുലമായൊരു അന്വേഷണത്തിന് സ്കോപ്പുണ്ട് എന്നതാണ് ഇ.ഡിയുടെ കണ്ടെത്തൽ. മാത്രമല്ല, ഈ നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം വ്യക്തമാക്കിയിരുന്നു, സ്വർണ്ണക്കൊള്ളയ്ക്കപ്പുറം അവിടെ ഈ റിച്വൽസിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഓഫറിംഗ്സിന്റെ കാര്യത്തിലും ആണെങ്കിലും ഒക്കെ ഒരുപാട് മിസ്അപ്രോപ്രിയേഷൻസും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്, മിസ്മാനേജ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ഇ.ഡി വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നടപടി. മാത്രമല്ല, കഴിഞ്ഞ ദിവസം മറ്റൊരു കേസിൽ, അതായത് നിലയ്ക്കലിലെ അന്നദാനത്തിന്റെ മറവിലെ ക്രമക്കേട് നടത്തിയതുമായി ബന്ധപ്പെട്ട് അന്ന് 2018 കാലഘട്ടത്തിൽ നടന്ന സംഭവത്തിൽ അന്ന് വിജിലൻസ് എടുത്തൊരു കേസിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇ.ഡി അന്വേഷണം നടത്തി. കഴിഞ്ഞ ദിവസം അവിടുത്തെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ജയപ്രകാശിന്റെ സ്വത്തുവകകൾ ഇ.ഡി അറ്റാച്ച് ചെയ്തിരുന്നു. അത്തരം നടപടികൾ കൂടി ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ നടപടികളിലേക്ക് വരുന്നു. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ അടുത്ത ആഴ്ച ചോദ്യം ചെയ്യുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശ്രീകുമാറിനെ ചോദ്യം ചെയ്തിരുന്നു. അത്തരം ചില മൊഴികൾ കൂടി കിട്ടിയിട്ടുണ്ട്. ശ്രീകുമാർ തനിക്ക് ഈ പോറ്റിയുമായി മറ്റിടപാടുകൾ ഇല്ലെന്ന മൊഴിയാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇനി പ്രധാനമായും ചോദ്യം ചെയ്യേണ്ടത്. സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടുത്ത ആഴ്ച ചോദ്യം ചെയ്ത ശേഷം മറ്റുള്ളവരെ കൂടുതലായി വിളിപ്പിക്കാനാണ് ഇ.ഡിയുടെ നീക്കം. അങ്ങനെ വിപുലമായ ഒരു അന്വേഷണം, സ്വർണ്ണക്കൊള്ളയ്ക്ക് അപ്പുറം കൂടുതൽ ഇടപാടുകളിലേക്കും ക്രമക്കേടുകളിലേക്കും ഒക്കെ ഇ.ഡി പോവുകയാണ്. ശരി രാഗിൻ, വളരെ വിശദമായ വിവരങ്ങളാണ് രാഗിൻ പങ്കുവച്ചത്. ഏതായാലും സ്വർണ്ണക്കൊള്ള കേസിൽ യാതൊരുവിധ ആശങ്കയുടെയും ആവശ്യമില്ല. എല്ലാ തരത്തിലുമുള്ള അന്വേഷണം ഊർജിതമായി പുരോഗമിക്കും എന്ന് കോടതി വാക്ക് തന്നിരുന്നു. അതുകൊണ്ട് അക്കാര്യങ്ങൾ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇ.ഡി വിശദമായി അന്വേഷിക്കുകയാണ്. മറ്റു പലതരത്തിലുള്ള കൊള്ളകളും ശബരിമലയിൽ നടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുമൊക്കെ അന്വേഷണം കടുപ്പിക്കുകയാണ് ഇ.ഡി.